നമസ്കാരം, അമൃതാണ്. ഇതൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. കുറച്ച് നാളുകളായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഇതുവരെ അൺബോക്സ് ചെയ്യാതെ വെച്ചിരുന്നതിന് കാരണം ഇതിൻ്റെ ഫർദർ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെയിൽസ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇതൊരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് ഹാമ്പറാണ്. SKM സിദ്ധ ആൻഡ് ആയുർവേദ കമ്പനി. ഇത് ഞങ്ങൾ സിദ്ധ മെഡിസിൻസ് ഒക്കെ പ്രൊക്യൂർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ കുറച്ച് ലൈഫ് സ്റ്റൈലുമായിട്ട്, അതായത് നിത്യോപയോഗ സാധനങ്ങൾ, നമ്മളിപ്പോൾ ഡെയിലി സോപ്പ്, ഹെയർ വാഷ്, ഷാംപൂസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് ഹെർബൽ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ആണ് ഈ സംഭവം. നമുക്കിതിങ്ങനെ അൺബോക്സ് ചെയ്യാം. ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് ഹെർബോദയ എന്നാണ്. ഇത് മുൾത്താണി മിട്ടിയാണ്. ഈ മുൾത്താണി മിട്ടി എന്ന് പറയുന്ന സാധനം ശരിക്കും പാകിസ്ഥാനിലെ മുൾട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ലേ ആയിട്ടുള്ളൊരു മണ്ണാണ്. അപ്പോൾ അത് വളരെ മൈക്രോഫൈനായിട്ട് പൊടിച്ചാണ് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു? എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇത് സിദ്ധവൈദ്യം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് മനസ്സിലാക്കിയത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തെല്ലാം കൂടെ താഴെ പോകാനുള്ള ലക്ഷണമുണ്ട്. യെസ്, ഇതിനകത്തൊരു ഹെർബോദയ ഹെയർ വാഷ് ഉണ്ട്. മുൾത്താണി മിട്ടി പല ടൈപ്പ് ഉണ്ടോ? യെസ്, ഇത് സാൻഡൽവുഡ് ഉണ്ട്, കാശ്മീരി സാഫ്രൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുണ്ട്. ഇത് ആദ്യം എടുത്തത് സാൻഡൽവുഡ് ചേർന്നിട്ടുള്ളതായിരുന്നു. ഇത് വെറും മുൾത്താണി മിട്ടി. ഇതിൽ മുൾത്താണി മിട്ടി മാത്രമല്ല, പിന്നെ വേറെ എന്തോ ഹെർബ്സും കൂടെ ഉണ്ട്. പക്ഷേ ഇതിലങ്ങനെ സ്പെസിഫിക് ആയിട്ട് സാൻഡൽവുഡോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സാഫ്രണോ ഒന്നും ചേർന്നിട്ടില്ല. അപ്പോൾ ഇനിയുള്ളത് കുറച്ച് സോപ്പുകളാണ്. അതിൽ കോക്കനട്ട് മിൽക്ക് കൊണ്ടുള്ള സോപ്പുണ്ട്. ഇതൊക്കെ ഹെർബോദയ എന്നാണ് ഇവരുടെ ഒരു ബ്രാൻഡിൻ്റെ പേര്. SKMൻ്റെ ഒരു സബ്സിഡിയറി ബ്രാൻഡാണ്. പിന്നെ സാൻഡൽ സോപ്പ്, ദെൻ നീം ആൻഡ് അലോവേറ സോപ്പ്, അതുപോലെ കുങ്കുമാതി ലേപം, ഫേസ് പാക്കിനുള്ള ഫേസ് ക്രീമാണ്. ഇത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ട്രീറ്റ്മെൻറ്റിൽ ഫേസ് മസാജിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഹെർബോദയ ഓറോ കെയറും ഉണ്ട്, വൈറ്റനിങ്ങും ഉണ്ട്. ആക്ടിവേറ്റഡ് ചാർക്കോൾ ആൻഡ് റോക്ക് സാൾട്ട് ചേരുന്ന. ഇതാണ് എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്തത്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങളുടെ റഷ്യൻ ഗസ്റ്റ് വന്ന സമയത്ത് അതിൽ ഒരു ഫാമിലി, പൊതുവെ റഷ്യയിൽ ഇന്ത്യൻ പ്രോഡക്ട്സിന് ഭയങ്കര ഡിമാൻഡാണ്, എസ്പെഷ്യലി ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അവർ വന്നപ്പോഴത്തേക്ക് ഒരു സ്റ്റോക്ക്, ഒരു പൈല് കണക്കിന് നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ പേരെന്തായിരുന്നു, കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആഡ് ക്യാമ്പയിൻസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിക്കണമെന്ന് വെച്ചിരുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇവർ സർപ്ലസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നത് എവിടെന്നെങ്കിലും വാങ്ങിച്ച് വെക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെയാണ് പ്രൊക്യൂർ ചെയ്തത്. പക്ഷേ ശരിക്കും ആ കമ്പനിയിൽ പോയി വാങ്ങിച്ചാൽ മതിയായിരുന്നു, ഇത്തിരി ഡിസ്കൗണ്ടായിട്ട് കിട്ടുകയും ചെയ്യുമായിരുന്നു. പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇത്തരം പ്രോഡക്ട്സിന് വിദേശ രാജ്യങ്ങളിൽ എത്രമാത്രം ഡിമാൻഡുണ്ട്, അത്രയും ഡിമാൻഡോ അത്രയും വാല്യൂ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കുന്നില്ല. ഇതെന്നല്ല, എഡിനോറ പോലുള്ള ടൂത്ത് പേസ്റ്റുകൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ശരിക്കും എന്നോട് തന്നെ എനിക്കൊരു പുണ്യം തോന്നി. അതിനുശേഷം ഞാൻ പിന്നെ എഡിനോറ പലതവണ വാങ്ങിച്ച് ട്രൈ ചെയ്ത, അവർ ഞങ്ങൾക്ക് അതിനകത്ത് 1-2 ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് 2 ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്ത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ പറയാൻ വന്നത്, ഈ പ്രോഡക്ട്സ്, ഈ ഹെർബോദയ ഓറൽ കെയർ പ്രോഡക്ട്സ് ആയിരുന്നാലും, ഫേസ് പാക്ക് ആയിരുന്നാലും, സോപ്പുകളായിരുന്നാലും, അതുപോലെ മുൾത്താണി മിട്ടി, അതുപോലെ ഹെയർ വാഷ്, ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലിനിക്കിൽ ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ പ്രാക്ടീസിൻ്റെ ഇടയിൽ ഇതിലൊന്നും അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫോറിനേഴ്സിൻ്റെ ഇടയിൽ ഈ സാധനങ്ങൾക്കൊക്കെ, നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾക്കുള്ള ഡിമാൻഡ് കണ്ടപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ക്ലിനിക്കിൽ ഇതൊന്ന് ഷോക്കേസ് ചെയ്തുകൂടാന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് മന്ത് മുതൽ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ പേഷ്യൻസ് അല്ലാത്തവരായിരുന്നാലും, വർക്കല പരിസരത്തുള്ളവർക്കും, വക്കം, ആറ്റിങ്ങൽ പരിസരത്തൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരിക. കാരണം അതെല്ലാം കമ്പനിക്കും ആ ഒരു ഫീഡ്ബാക്ക് ആവശ്യമാണ്. എന്തായാലും ഈ പ്രോഡക്ട്സ് എല്ലാം മാസീവായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ ഞങ്ങൾക്കത് എൻഡോസ് ചെയ്ത് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചത്. അപ്പോൾ എന്തായാലും മറ്റൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.